വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലബിംഗ് ട്രേഡിംഗ് വോളിയം ഇൻ ടു ദ ട്രേഡ് സെറ്റപ്പ് പാർട്ട് 3 ആണ്. വോളിയത്തെ ആസ്പദമാക്കി നമുക്ക് എങ്ങനെ കൃത്യമായി എൻട്രി എടുക്കാം. ഇതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം മൾട്ടിപ്പിൾ ടൈംസ് കണ്ടവർക്ക് മാത്രമേ ഫ്രാക്ടൽ നേച്ചർ ഓഫ് ദ വോളിയത്തിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് ചാർട്ടിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഈ ഫസ്റ്റ് 2 വീഡിയോകളും പല പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് അതിൻ്റെ ഇൻഡെപ്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല ചാർട്ടിൽ. ബിക്കോസ് ഈ 2 വോളിയത്തിനകത്തും കുറേ കീ പോയിന്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ വിസിബിൾ ആയിട്ട് വരാൻ തുടങ്ങും. സോ എവറിത്തിങ് വർക്ക്സ് ഇൻ ദ മാർക്കറ്റ്, ബട്ട് യു ഹാവ് ടു പിക്ക് സം ടൂൾസ്, പിക്ക് സം സ്ട്രാറ്റജി. ദാറ്റ് ഇസ് വാട്ട് ഐ എം ടീച്ചിങ് യു. സോ യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ, അല്ലേ? നമ്മളെല്ലാവരും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ, യു നീഡ് ദീസ് ക്വാളിറ്റീസ്. എന്ത് ക്വാളിറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടത്? എബിലിറ്റി ടു റീഡ് പ്രൈസ്, എൻട്രി മോഡൽ ആൻഡ് ട്രേഡ് മാനേജ്മെൻറ്റ്, അല്ലേ? ഈ 3 കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറാൻ പറ്റുള്ളൂ. വാട്ട് എവർ യു ക്യാൻ സീ ഈസിലി, ഇറ്റ് ഈസ് അപ് ടു യു, അല്ലേ? നമുക്ക് ചാർട്ടിൽ എന്തെല്ലാം ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അത് ഇറ്റ്സ് അപ് ടു യു. നമ്മൾ എന്തോരം അത് പഠിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ചാർട്ടിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ചാർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫോളോ സം റൂൾസ്. വൈസോ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ട്രേഡിംഗ് ഈസ് എ പ്രോസസ് ആൻഡ് ദ പ്രോസസ് ഈസ് ഡിഫൈൻഡ് ബൈ ദ റൂൾസ്. വിത്തൗട്ട് ദ പ്രോപ്പർ റൂൾസ് ടു ഫോളോ, യു ആർ എ ഗാംബ്ലർ. ഇഫ് യു ആർ ഫോളോയിങ് ദ റൂൾസ് ആൻഡ് മേക്കിംഗ് ദ പ്രോസസ്, ആൻഡ് ഇഫ് യു ആർ സ്ട്രിക്റ്റ് വിത്ത് ദ റൂൾസ് വാട്ട് യു ആർ ഫോളോയിങ്, ദെൻ യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ. ഇതാണ് ഞാൻ എപ്പോഴും എൻ്റെ ലൈസൻസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന റൂൾസ് എന്താണോ ആ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. യു ഹാവ് ടു വെയിറ്റ് ആൻഡ് വെയിറ്റ് അണ്ടിൽ ദ ലിറ്റിൽ തിങ് ഈസ് വിസിബിളി ഷോൺ ഇൻ ഫ്രണ്ട് ഓഫ് യു. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. സോ നമ്മളൊരു വോളിയത്തിൻ്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പറയുമ്പോൾ, സി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് റൂൾസ്, ഹൗ ദ വോളിയം ഈസ് എക്സ്പ്ലെയിൻഡ്, അല്ലേ? വോളിയം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അത് ചാർട്ടിൽ നോക്കി ആദ്യമേ ഒന്ന് പരിശീലിച്ച് നോക്കണം, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഹൗ ഇറ്റ് ഈസ് പ്ലേഡ്. സി നമുക്കുള്ള പ്രശ്നം എന്താണ്? യു ബിലീവ് ദാറ്റ് ദ പ്രൈസ് വിൽ പ്രിന്റ് ഇൻ ദ ഡയറക്ഷൻ യു വാണ്ട്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് വിൽ ഷോ യു ദ പ്രൈസ് ആക്ഷൻ യു വാണ്ട്. പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ചാർട്ടിൽ പ്രിന്റ് ചെയ്ത് വരും എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും പ്രൈസ് പ്രിന്റ് ചെയ്യത്തില്ല. പ്രൈസ് ഈസ് പ്രൈസ് ആൻഡ് ദ പ്രൈസ് ഈസ് ഓൾവേസ് റൈറ്റ്. ലേൺ ഹൗ പ്രൈസ് മൂവ്സ്. നമ്മൾ ആ പ്രൈസിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ദെൻ ഈ സിമ്പിൾ വോളിയം അനലൈസിസ് വെച്ചിട്ട് യു ആർ മേക്കിംഗ് എ സ്ട്രാറ്റജി ആൻഡ് യു വിൽ നോട്ട് സക്സീഡ് ഇൻ ദ മാർക്കറ്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ് ദാറ്റ് ഇസ് ബിഹൈൻഡ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ആ സെറ്റപ്പിനോടും അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 165ഓളം ലെസൺസിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കേട്ടും കണ്ടും നോക്കി അത് മനസ്സിലാക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളിലും നിങ്ങളുടെ മുന്നിൽ ചാർട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങും. സോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലേൺ ഹൗ ദ പ്രൈസ് ഈസ് മൂവിങ്, അല്ലേ? ലേൺ ഹൗ ടു റീഡ് ദ ചാർട്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് മൂവ്മെന്റ്. ദെൻ യു ക്യാൻ സ്കെയിൽ ബിയോണ്ട് എനിബഡീസ് ഇമാജിനേഷൻ. നിങ്ങൾക്കപ്പോൾ മാത്രമേ നമുക്ക് വളർന്ന് വലുതായിട്ട് ഒരു വലിയൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റുള്ളൂ. ദിസ് ക്യാൻ എലിവേറ്റ് യു ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സബ്ജക്റ്റീവ് തിങ്കിങ്. ഈ ഇൻട്രഡക്ഷൻ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ബിക്കോസ് ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ബി എ പ്രൊഫഷണൽ ട്രേഡർ. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ എം സിംപ്ലി എക്സ്പ്ലെയിനിങ് യു സംതിങ് ആൻഡ് യു ക്യാൻ മേക്ക് ആൻ ഈസി സ്ട്രാറ്റജി. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. സോ ഇഫ് യു വാണ്ട് ടു എലിവേറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സബ്ജക്റ്റീവ് തിങ്കിങ്, then you can decide whether to enter into a trade or not to enter into a trade. നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ കയറണോ അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യാതിരിക്കണോ എന്ന് നമുക്കൊരു ഡിസിഷണൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ്. സോ ടുഡേ ഐ ആം ഡിസ്കസിംഗ് അബൌട്ട് ഹൗ ടു റീഡ് ദ വോളിയം. ദിസ് ഈസ് കോൾഡ് ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം. സെയിം ആസ് എ കേസ് ഓഫ് ടൈം. നമുക്ക് ഈ ഫ്രാക്ടൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഈസ് ഫ്രാക്ടൽ ഇൻ നേച്ചർ, അല്ലേ? ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ടൈം വരുന്നത്. As you can see, month, week, day, 1 hour, 15 minutes, 1 minute. It is called, the diminishing fractal version of time. So, അപ്പോൾ നമ്മൾ നോക്കുന്നത് വോളിയം ഈസ് ഓൾസോ ഹാവിങ് ദ ഫ്രാക്ടൽ നേച്ചർ, അല്ലേ? നമ്മളുടെ ചാർട്ടിൽ നോക്കുമ്പോൾ വോളിയം സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. So, വോളിയം ഈസ് ഓൾസോ ഹാവിങ് എ ഫ്രാക്ടൽ ഇൻ നേച്ചർ.
So the quantity that is being exchanged is in fractals. So that why this is being exchanged, the fractal volume is exchanged in fractals. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രാക്ടൽ നേച്ചറിൽ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? സോ ദാറ്റ് ദ മെയിൻ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഹിഡൻ ഫ്രം യു. ദിസ് ഈസ് ദ പോയിന്റ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം. സോ നമ്മളുടെ മുന്നോട്ടുള്ള ലെസൺസിൽ പോകുന്നതിന് മുന്നേ തന്നെ, ഫ്രാക്ടൽ ഡെലിവറി ഓഫ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് പോലെ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഇവിടെ പറ്റിയ പ്രശ്നം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ അതിൻ്റെ ഹൈ എടുക്കുമ്പോൾ ഈ ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത് ഈ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ഹൈയിൽ വേണം വോളിയം നമ്മൾ ഇത് ഡ്രോ ചെയ്യാൻ എന്നാണ് ഈ താഴെ ഉള്ള കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ലൈൻ, ഈ പർട്ടിക്കുലർ ലൈൻ സ്വീപ്പ് ചെയ്ത് ഒരു പുൾ ബാക്ക് ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് താഴത്തെ ലെവലിൽ ഇത് വരച്ചു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. സോ എൻ്റെ മനസ്സിൽ അതായിരുന്നു. ആക്ച്വലി ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും ആ ഡ്രോയിങ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ ഡിഫോൾട്ട് അങ്ങ് പോകുമ്പോൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ലൈൻ ഡ്രോ ചെയ്തതായിരുന്നു. സോ ഈ ലൈൻ പക്ഷേ നമ്മളുടെ ട്രേഡിംഗ് പ്രോസസ്സിൽ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് അവിടെ നമ്മളങ്ങനെ ഡ്രോ ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്ന് പറയുന്നത്? അപ്പം ഇതിൽ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാൻഡിൽ നമ്മളിവിടെ ഫോം ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം വേറൊരു ക്യാൻഡിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഇതുപോലെ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്സ് മാസ്റ്ററിക്കകത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നു, ദിസ് ഈസ് എ പോയിന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർമേഷൻ ആൻഡ് ദിസ് ഈസ് എ പോയിന്റ് ഓഫ് റെസിസ്റ്റൻസ് കൺഫർമേഷൻ എന്ന് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിനകത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ വെൻ യു ആർ ട്രേഡിങ്, നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുന്ന ലൈൻ, ഇഫ് ഇതൊരു പുൾ ബാക്ക് ടൈപ്പ് ഓഫ് ക്യാൻഡിലും കൂടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് ഈ പ്രകാരമായിരിക്കണം. നമ്മൾ ആക്ച്വൽ ട്രേഡിങ്ങിൻ്റെ സമയത്ത് നമുക്കൊരു ലെവൽസ് കിട്ടുന്നില്ലെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് വേ ഓഫ് ഡ്രോയിങ് ഇറ്റ്. റെസിസ്റ്റൻസ് ലൈൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ലെസൺസിലേക്ക് കിടക്കാം. ഫ്രാക്ടൽ വോളിയം ഡെലിവറി. സോ വാട്ട് ഈസ് ഫ്രാക്ടൽ വോളിയം ഡെലിവറി? അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ, സോ നമുക്ക് ഇവിടെ വരെ മാർക്കറ്റിങ്ങിന് വന്ന് ഇവിടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു എക്സെപ്ഷണൽ വോളിയം പോപ്പപ്പ് നമ്മളിവിടെ കാണുന്നു. ആ പർട്ടിക്കുലർ ഡേ ക്ലോസ് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ ഡെയിലി ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ഡേയിൽ 15th നമുക്ക് നോക്കുമ്പോൾ 15th നോക്കുമ്പോൾ ഒരു വോളിയം ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കാണുന്നു. സോ പ്രീവിയസ്ലി വന്ന വോളിയം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയാണ്? 544. ഇവിടെ നോക്കിയാൽ മതി, ബാങ്ക് നിഫ്റ്റിയിൽ 544 മില്യൺ ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു വോളിയം ബ്രേക്ക് ഔട്ട് വന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത വോളിയം ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷേ 50% നമുക്കുണ്ടോ? ഇല്ല. അതാണ് ഫ്രാക്ടൽ വോളിയം ഡെലിവറിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ 15th വന്നിരിക്കുന്ന ക്യാൻഡിൽ ഏറ്റവും കൂടുതൽ വോളിയം സബ്സീക്വൻറ്റ് ഡേയിൽ ആ ഒരു പ്രൈസ് എപ്പോഴാണോ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ആ ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. അപ്പം മുകളിലോട്ട് നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ലൈൻ ഡ്രോ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ നോക്കുന്നത്? ഇവിടെ ഈ പർട്ടിക്കുലർ ഡേയിൽ ഈ പർട്ടിക്കുലർ ഡേയിൽ ഇവിടെ 15th ശേഷം മാർക്കറ്റ് വന്ന് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഫോർ അസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. ഇവിടെ തൊട്ട് നമുക്കറിയത്തില്ല മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി നമുക്കറിയത്തില്ല. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ച് വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു. ആകെപ്പാടെ നമ്മൾ കാണുന്നത് ഈ പർട്ടിക്കുലർ ഡേയിൽ ഒരു വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു അല്ലേ. അതിനുശേഷം ആ പർട്ടിക്കുലർ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ഈസ് ഓൾസോ ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ബീങ് കൺസിഡേർഡ്. ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ ലോയിൽ നമ്മൾ അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഈ പർട്ടിക്കുലർ ഈ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്ന, ഇനിയിപ്പോൾ നമുക്ക് അറിയത്തില്ല എന്തൊരു വോളിയം വരുന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ നമുക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് വിചാരിക്കാം. യു ഡോണ്ട് നോ എനിത്തിങ് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. സോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൗ ടു ഫൈൻഡ് ആൻ എഡ്ജ് ടു ഗെറ്റ് ആൻ എൻട്രി ഇൻ ദ മാർക്കറ്റ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു എഡ്ജ് വേണം നമുക്ക്
മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഡ്ജ് വേണം. ആ എഡ്ജ് എവിടെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഫ്രാക്റ്റൽഡ് വോളിയം ഡെലിവറിയിലേക്ക് നമ്മൾ പോവാണ്. സോ ഫ്രാക്റ്റൽ വോളിയം ഡെലിവറിയിലേക്ക് നമ്മൾ പോകുമ്പോൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുന്നു, ഇവിടെയാണ് നമ്മളുടെ മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ ലൈൻ ഇതാണ് നിൽക്കുന്നത്, നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ. അപ്പം ഇവിടെ ലൈൻ അവിടെ നിന്നോട്ടെ. ഇനി അതിനുശേഷം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പോൾ 10x സ്പീഡിൽ നമ്മൾ പ്ലേ ഔട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ ലൈൻ ഏതാണ്? ഇതാണ്, താഴത്തെ ഇതാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്, ഇത്. സോ അത് വിസിബിൾ ആക്കി നിർത്താം. സോ ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ 500 പോയിന്റോളം ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന ഒരു ഡയറക്ഷണൽ ഇതുമില്ല. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ സർട്ടൻ സെനാരിയോസിൽ നമുക്ക് ഈ ഒരു മൊമെൻറ്റം ഏരിയ കിട്ടും, സർട്ടൻ സെനാരിയോസിൽ നമുക്ക് പുൾ ബാക്ക് ബോട്ടം കിട്ടും, സർട്ടൻ സെനാരിയോസിൽ നമുക്ക് മന്ത്ലി പുൾ ബാക്ക് ബോട്ടം കിട്ടും, മന്ത്ലി പുൾ ബാക്ക് ടോപ്പ് ലെവൽ നമുക്ക് കിട്ടും സെല്ലിംഗ് സൈഡിലേക്ക്. അപ്പോൾ പല കൺഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ കൺഫർമേഷനകത്ത് എല്ലാം നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുന്നത് എന്താണ്? നമ്മൾ ക്ലബ് ചെയ്ത് നോക്കാൻ പോകുന്നത് എവിടെയാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഏരിയയിൽ നമുക്ക് എൻട്രി കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സ്ഥലത്തെല്ലാം നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് സൈഡ് വേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്ഷൻ പ്രീമിയം ഓർ സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും മൂവ്മെന്റ് ഇല്ലാതെ മാർക്കറ്റിങ്ങിന് നിൽക്കുമ്പോഴത്തേനും അത് ഓപ്ഷൻസിന്റെ എല്ലാം പ്രീമിയം മെൽറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിട്ട് മാറാൻ പറ്റത്തില്ല. So you have to wait until the price is reaching in a momentum area. അവിടെയാണ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ വരെ നമ്മൾ പ്രൈസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കി പ്രൈസ് പ്ലേ ഔട്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ കമൻസിൽ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പം ഒരു പർട്ടിക്കുലർ ലൈൻ ഒരു ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ കൺസിസ്റ്റന്റ് പ്രൈസ് മൂവ്മെന്റ് നടന്നിരിക്കുന്നു. അതിനുശേഷം വരച്ചതിന് ശേഷം നോക്കുന്നത് ഇവിടെ നിന്നതിന് ശേഷം പ്രൈസ് എന്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്ന് കയറി പോയില്ല എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജി എപ്പോഴും നമ്മൾ ഈ ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ വന്ന ആ ലൈനിൽ വന്ന് പെട്ടെന്ന് തന്നെ പ്രൈസ് തിരിച്ചു പോവുക എന്നുള്ളതല്ല. നമ്മളിവിടെ നോക്കുന്നത് ഒരു ഫ്രാക്റ്റൽ വോളിയം ഡെലിവറിക്കകത്ത് മൾട്ടിപ്പിൾ കൺഫർമേഷൻ ആൻഡ് എക്സ്ട്രാ ലെയർ ഓഫ് കൺഫർമേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഫ്രാക്റ്റൽ വോളിയം ഡെലിവറി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചുമ്മാതെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ്റെ അടുത്തോട്ട് വരുമ്പം എൻട്രി എടുക്കുക എന്നുള്ളതല്ല. യു നീഡ് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഇൻ ദ സെൻസ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പല ഏരിയയിൽ കൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതാണ് അത് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് പോകുന്നതെന്ന്. സോ നൗ ലെറ്റ് ദ പ്രൈസ് മൂവ്. അപ്പോൾ ഇവിടെ പ്രൈസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കൺസോളിഡേഷൻ ഫേസിൽ കൂടെ തന്നെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഇടയ്ക്കെല്ലാം വോളിയം പോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ നിൽക്കുന്നത് ഒരു മൊമെന്റം ഏരിയയിലാണോ അല്ലയോ? യു ആർ നോട്ട് സ്റ്റാൻഡിങ് ഇൻ എ മൊമെന്റം ഏരിയ, ദെൻ വൈ ഡു യു വാണ്ട് ടു എൻ്റർ ഇൻ ടു എ ട്രേഡ്? അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാത്ത ഏരിയയിൽ പോയി നമ്മൾ ട്രേഡിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് മൊമെന്റം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വി വിൽ ലൂസ്. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ വീണ്ടും പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈഡ് വേസ് മൊമെന്റത്തിൽ നിൽക്കുവാണ്, സൈഡ് വേസ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. അപ്പം ഇവിടെ വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്ത് താഴേക്ക് വരുന്നു. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. സോ പ്രൈസ് ഇസ് നിയറിങ് അവർ ലെവൽസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റിയാണ് ഇനി നോക്കുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റി നോക്കുമ്പോൾ സ്പീഡ് കുറച്ചിടാം. സോ നമ്മളുടെ ലെവലിൽ വരുന്നു. സോ നമ്മളുടെ ലെവലിൽ വന്നു കഴിയുമ്പോൾ ഈ പ്രൈസ് ആ ലെവലിൻ്റെ ബോട്ടം ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആക്ടിവിറ്റി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ദ പ്രൈസ് വിൽ ഷൂട്ട് അപ്പ്. അതാണ് അതിനകത്തെ കാര്യം. ബിക്കോസ് ഈ ഏരിയ എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ ഒരു ഏറ്റവും ഹ്യൂജ് വോളിയം നടന്നിരിക്കുന്ന ഒരു ഏരിയയുടെ ലിക്വിഡിറ്റി പോയിന്റ് ട്രിഗർ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നൗ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോ ഇത് 19 മാർച്ചിലെ ഡേറ്റയാണ്. ഇവിടെ തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, സോ അല്ലെങ്കിൽ ഇവിടെ തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 19 മാർച്ച് അല്ലേ, 18 മാർച്ച്. ഓക്കെ, ഇവിടെ 18 മാർച്ച് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോളിയം നടന്നിരിക്കുന്നു, അല്ലേ? ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോളിയം നടന്നിരിക്കുന്നു. സോ ഈ ഹയസ്റ്റ് വോളിയം ക്യാൻഡിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ, ഹയസ്റ്റ് ക്യാൻഡിൽ വോളിയം മാർക്ക് ചെയ്തിരിക്കുമ്പോൾ ദിസ് ഈസ് ദ ഹയസ്റ്റ് വോളിയം. ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ ഈസ് ടേക്കൺ ഓർ നോട്ട്, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ ഈസ് ടേക്കൺ, അല്ലെ? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെയാണ് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. കാണാലോ, ഇതാണ് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിന്റെ ലോ ഈസ് ടേക്കൺ. ഓക്കെ, നൗ
ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രൈസ് മുകളിലേക്ക് പോയതിനു ശേഷം താഴേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രൈസ് നേരെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി വോളിയം ഇൻ ഫ്രാക്ടൽ ഡെലിവറി, അതാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാക്ടൽ ഡെലിവറിയിൽ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ ചെറിയ വോളിയത്തിൽ സ്പൈക്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ബട്ട് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അതല്ലേ പ്രശ്നം. ഇങ്ങനെ പ്രൈസ് വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി? ദാറ്റ് ഈസ് അവർ കൺസേൺ. സോ ഇവിടെ ദിസ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് വോളിയം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ 18-ാം തീയതി തൊട്ട് ഇവിടെ വരെ വരുമ്പോഴത്തേനും ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓഫ് വോളിയം ഇവിടെയാണ് നടന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ റേഞ്ച് അല്ലേ. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. ബട്ട് വെൻ യു സി ആ ഈക്വൽ എമൗണ്ട് ഓഫ് വോളിയം പർട്ടിക്കുലർ ക്യാൻഡിലിൽ ഇവിടെ പുഷ് ഔട്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിന്റെ ലോ നെക്സ്റ്റ് ക്യാൻഡിൽ എടുത്തോ ഇല്ലയോ? ഈ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ അതിന്റെ ലോ ഈസ് ടേക്കൺ ബൈ ദ നെക്സ്റ്റ് സബ്സിക്വന്റ് ക്യാൻഡിൽ ആൻഡ് ദിസ് ഈസ് ദ ലോ, റൈറ്റ്? നൗ വെയർ ആർ വി സ്റ്റാൻഡിങ്? We are standing in an extreme momentum area compared to the price fractal volume delivery. അല്ലേ? ഫ്രാക്ടൽ വോളിയം ഡെലിവറി ഓൾസോ ഇത് ആക്ച്വൽ വോളിയം ഡെലിവറിയുടെ ബോട്ടം സൈഡിലാണ് നമ്മൾ. ബിക്കോസ് ഈ ലൈൻ നമ്മൾ ഈ ക്ലാസ് ബിഗിൻ ചെയ്തപ്പോൾ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനാണ്. അപ്പോൾ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് എടുത്തോ ഇല്ലയോ? എടുത്തു. സോ ദിസ് ഏരിയ നമുക്കിവിടെ പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുവാണെങ്കിൽ ഈസ് ആൻ എക്സലന്റ് റേഞ്ച് ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പം ഇവിടെ നിന്ന് പ്രൈസ് എത്രയും ഫാസ്റ്റ് ആയിട്ട് നേരെ തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത്, സോ ഇവിടെ നമ്മൾ ഈ ഫ്രാക്ടൽ ഡെലിവറിയുടെ കാര്യം കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിന്റെ പ്രൈസിംഗ് സ്ട്രക്ചർ ഓർ ദ പ്രൈസ് നേച്ചർ ഓഫ് പ്രൈസ് എങ്ങനെയാണ് ബിഹേവിയർ വരുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ ദ പ്രൈസ് അവിടെ നിന്ന് പെട്ടെന്ന് യൂ ടേൺ എടുക്കുന്നു. സോ ഈ ഒരു റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് യൂ ടേൺ എടുക്കുന്നു. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളുടെ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഈ ഒരു മൈനർ ടൈം ഫ്രെയിമിൽ, ഈ ഒരു 1 മിനിറ്റിന്റെ മൈനർ ടൈം ഫ്രെയിമിൽ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നടന്നു നോക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൺ, ഹൈ ഈസ് ടേക്കൺ, കറക്റ്റ്? സോ ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുമ്പോഴും ലോ ആൻഡ് high ഒരു നമ്മളുടെ പാറ്റേണിക് മൂവ്മെന്റ് മീൻസ് ദ ലിറ്റിൽ സോങ്, ദ ലിറ്റിൽ സീക്രട്ട്, വാട്ട് ഹാവ് ഐ എക്സ്പ്ലെയിൻഡ് ത്രൂ ഔട്ട് ഡീകോഡിംഗ് 1 to 20, അതാണ് നമ്മുടെ ലിറ്റിൽ സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്റിൽ സീക്രട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡി വൈസ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഈ ബോഡി വൈസിൽ ഏറ്റവും ലോവസ്റ്റ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? ഈ വന്നിരിക്കുന്ന മൊമെന്റിൽ ഇതാണ്. അപ്പോൾ അതിന്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തു. സോ എ ലോ ഇസ് മെയ്ഡ്, എ ഹൈ ഇസ് മെയ്ഡ്, എ ലോ ഇസ് ടേക്കൺ ഇവിടെ വന്നു, ദെൻ എ ഹൈ ഇസ് ടേക്കൺ, എ ക്യാൻഡിൽ ക്ലോഷർ എബവ്, യെസ്, പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, യെസ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം പ്രൈസ് താഴേക്ക് വരുവാണ്. സോ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഏതൊരു പോയിന്റിൽ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്? ഇത് നമ്മളുടെ കമന്റ് എഴുതിയ പോലെ 50% ഫിബിന്റെ റേഞ്ച് അല്ല. ദിസ് ഈസ് എ പ്രൈസ് ഡെലിവറി മെക്കാനിസം ഓഫ് 50%. 50% പ്രൈസ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫിബിന്റെ ടൂൾ ജസ്റ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ, 50% എവിടെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് വിസിബിളി യു ക്യാൻ സി. അപ്പോൾ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു നല്ല ഏരിയ ആണ്. അപ്പം ഈ ഒരു ഏരിയ നമ്മൾ നോക്കുമ്പോഴും ഇതൊരു പുൾ ബാക്ക് ലെവലാണിത്. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ നോക്കുമ്പോഴും പുൾ ബാക്ക് ലെവലാണ്. ഇവിടെ നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം, പ്രീവിയസ് ലെസൺസ് പ്രകാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? ഇഫ് പ്രൈസ് മാനിപ്പുലേഷൻ ഹാപ്പൻസ് മൾട്ടിപ്പിൾ ടൈംസ്, you can get into the trade with 50% of the area. If the first time you have to wait until it sweeps below this range, ഈ ഒരു റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും പുൾ ബാക്ക് ഏരിയ ഓർ ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് ഫിൽ ഔട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. ബട്ട് ഇവിടുത്തെ നമ്മളുടെ ഫ്രാക്ടൽ വോളിയം ഡെലിവറി നേച്ചർ പ്രകാരം പ്രൈസ് ഷൂട്ടപ്പ് ചെയ്തോ ഇല്ലയോ? പ്രൈസ് ഷൂട്ടപ്പ് ചെയ്തു. ബിക്കോസ് നമ്മളുടെ ഒറിജിനൽ കൺസെപ്റ്റ് പ്രകാരം വോളിയം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിന്റെ ബോട്ടം ലെവൽ വെൻ ദ സബ്സിക്വന്റ് ക്യാൻഡിൽ ഈസ് ബീങ് ടേക്കൺ മീൻസ് ദിസ് ഈസ് ആക്ടിവേറ്റഡ് ഓർ ഇറ്റ്സ് എ ട്രിഗർ ആക്ടിവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം ഹാസ് ബീൻ ഇൻഡ്യൂസ്ഡ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അതിനുശേഷം പ്രൈസിന്റെ ഡെലിവറി എങ്ങോട്ടാണ് പോകുന്നത്? സോ നമുക്കൊരു 10x സ്പീഡിലേക്ക് പ്ലേ ചെയ്യാം. സോ ഇവിടെ നമ്മൾ എൻട്രി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രൈസിന്റെ ആക്ടിവിറ്റി പ്രകാരം പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളൊരു സ്ട്രോങ് കൺവിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻപുട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. സോ ദെയർ യു ആർ. ദെൻ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പ്രൈസ് ഡെലിവറി മെക്കാനിസം ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാർക്കറ്റ് ഡൈനമിക്സ് ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി
തുടങ്ങുന്നത് എങ്ങനെയാണ്, അവിടെയാണ് നമ്മളുടെ പഠനത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പ്രൈസ് നേരെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മളൊരു ആക്ടിവിറ്റി നമ്മളിവിടെ കണ്ടു. എന്താണ് ഇവിടുത്തെ ആക്ടിവിറ്റി? പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചർ ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ഹിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ വിത്ത് ലോ ഇസ് മെയ്ഡ്, ഇത് തന്നെ കൂടിക്കുക, ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ. സോ ഇവിടെ ഹൈ ഇസ് ടേക്കൺ എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് അതിന് ശേഷം 50% ടാപ്പ് ചെയ്യാതെ പ്രൈസ് മുകളിലേക്ക് പോയി. സോ ഹൈ ഇസ് ടേക്കൺ ഇവിടം വരെ എത്തി. ലെറ്റ് ഇറ്റ് ഗോ, നോ പ്രോബ്ലം. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഇവിടെ കരുതുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് പെർഫെക്റ്റ്ലി നമ്മൾ മാച്ച് ചെയ്യുമ്പോഴത്തേനും ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചും ഇതും. സോ ഇനി പ്രൈസിൻ്റെ നമ്മളുടെ മൊമെൻറ്റം ഏരിയ ഇസ് ദിസ് അല്ലേ. അപ്പോൾ പ്രൈസിൻ്റെ ഡെലിവറി ഇത് വെച്ചിട്ട് ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് ടു ദ 50% ഓഫ് ദ ഏരിയ അല്ലേ ഇവിടെ. സോ പ്രൈസ് ഇവിടെ 50% ഏരിയയിൽ വന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ 50% വന്ന് ഏരിയയിൽ വന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് പ്രകാരം ഈ ഏരിയയിൽ എന്തുകൊണ്ടാണ് പ്രൈസ് വന്ന് മൊമെൻറ്റം സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം? ബിക്കോസ് ഇതിൻ്റെ ഈ പ്രൈസിങ്ങിൻ്റെ ആവറേജ് പ്രൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എവിടെയാണ്? ആവറേജ് പ്രൈസിങ് സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് മാനിപ്പുലേഷൻ. The concept what I have explained in the previous lessons, with respect to the price manipulation, the average pricing structure 50% is here, right? Now, with respect to the fractal delivery of oleum, പ്രൈസിൻ്റെ സ്ട്രക്ചർ പ്രകാരം പ്രൈസിൻ്റെ അതിൻ്റെ ഫ്രാക്ടൽ ഡെലിവറിയിൽ നമ്മളുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് നടക്കുന്നതിന് ബോട്ടം ലെവലിലാണ് പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് വേറെ റേഞ്ചിലേക്ക് പോയിട്ട് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രാക്ടൽ ഡെലിവറി ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രാക്ടൽ ഡെലിവറി, അതായത് ഈ ലെസൺ തുടങ്ങിയപ്പം ഫസ്റ്റ്ലി നമ്മൾ സെക്കൻഡ് ഡേയുടെ ബോട്ടം ലോയിൽ വരച്ചിരിക്കുന്ന വരയുടെ ബോട്ടത്തിൽ എന്ന് പറയുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയയാണ് അതെന്ന് കൺസിഡർ ചെയ്തതുകൊണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കൺവിക്ഷൻ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ വരുമ്പോൾ പ്രൈസ് അൺഎക്സെപ്ഷണലി ഇത് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ് ആണല്ലോ. അപ്പം ഇവിടെ വന്നിട്ട് പ്രൈസ് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? സോ യു ഷുഡ് ഹാവ് എ ലോജിക്കൽ റീസൺ ഫോർ ദിസ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് എ ലോജിക്കൽ റീസൺ? നൗ ലെറ്റ് us club this setup with the oleum profiling. So oleum, fractal delivery of oleum explain ചെയ്യുമ്പോൾ let us get into the tool and see what is happening. So oleum profiling ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഈ മൊമെൻറ്റം ഏരിയയിൽ നിന്ന് എവിടെയാണോ നമ്മളുടെ മൊമെൻറ്റം ഏരിയ ബിഗിൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഇവിടം വരെയും പ്രൈസ് വരുമ്പോൾ സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോയിന്റ്? അപ്പം ഇവിടെ ഈ വോളിയം പ്രൊഫൈലിങ്ങിൻ്റെ ഈ ടൂൾസ് നമ്മുടെ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഈ ബ്ലാക്ക് ലൈനാണ് ഈ പോയിരിക്കുന്നത്. സോ ഇവിടെ ഇത് കാണാൻ പറ്റുമല്ലോ. അപ്പം പ്രൈസ് നമ്മളുടെ വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം നമ്മൾ ഇതിനകത്ത് ഈ ഫ്രാക്ടൽ നേച്ചർ ഓഫ് വോളിയത്തിൻ്റെ പ്രൊഫൈലിംഗ് ഇല്ലാതെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ നമ്മളുടെ ആവറേജ് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് പ്രകാരമുള്ള എക്സാക്ട് ഏരിയ എന്ന് പറയുന്നത് 50% ഓഫ് ദ റേഞ്ച് എന്ന് പറയുന്നതും കോയിൻസൈഡൻ്റ്ലി ഇറ്റ് ഈസ് മീറ്റിംഗ് അപ്പ് ഓർ നോട്ട്? യെസ് അല്ലേ. ദാറ്റ് ഈസ് വൈ ദ പ്രൈസ് ഈസ് കമ്മിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ഹിയർ. ദ ഗെയിം ഈസ് ഓവർ. ആൻഡ് വൈ ഡു യു വാണ്ട് ടു എൻ്റർ ഹിയർ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ബിക്കോസ് യു ഡിഡ് നോട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെൻ പ്രൈസ് ഈസ് ടാപ്പിംഗ് അറ്റ് ദിസ് ഏരിയ നമുക്ക് വേണമെങ്കിൽ പ്രൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിൽ ഇവിടെ നമുക്ക് കാണിച്ചില്ല. സോ യു മിസ് ദ എൻട്രി, നോ പ്രോബ്ലം. വാട്ട് ഈസ് ദ പ്രോബ്ലം? You need to wait until your setup is being played out in front of you. Otherwise, you are a gambler and I don't want you to become a gambler. I want you to become a professional trader. Let it go, no problem. Got it? This is the logic. Logic in the sense, standard economics പ്രകാരം ഓൾസോ നമ്മൾ ബെയർ പ്ലെയിൻ ചാർട്ടിൽ നോക്കി ഒരു ഏരിയ 50% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫിബ് റേഞ്ച്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് നോട്ട് എ ഫിബ് റേഞ്ച്. ഐ എം നോട്ട് ടീച്ചിങ് യു ഫിബ് ആക്ടിവിറ്റി.
ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിബിന്റെ ആക്ടിവിറ്റി അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 50% ഈ ഒരു ലെഗിന്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് വരച്ചെന്നേ ഉള്ളൂ. സോ ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലൈൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഡ്രോ ചെയ്തു. ഈ ലൈൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇത് സിമ്പിൾ, ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. ഇങ്ങനെ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ബട്ട് ഐ ആം ഷോയിങ് യു ഇൻ എ പ്രൊഫഷണൽ വേ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഫിബ് ടൂൾ എടുത്തിട്ട് വയ്ക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ മെഷർ ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് ഇവിടെ ഓൾറെഡി ട്രേഡിംഗ് വ്യൂക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വി വിൽ യൂസ് ദാറ്റ് ടൂൾ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം ഷോയിങ് യു ദിസ് ഫിക്സ്ഡ് റേഞ്ച് വോളി അല്ല, നമ്മളുടെ ഫിബിന്റെ റേഞ്ച് വെച്ചാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഇത് പ്രശ്നം അങ്ങനെയല്ല. സോ ദിസ് ഈസ് ദ ലോജിക്. സോ ദിസ് ഈസ് ദ തേർഡ് പാർട്ട് ഓഫ് വോളിയം സ്ക്രീനിങ്. സോ ഇതിനകത്ത് ഇനി ഒരു പാർട്ടും കൂടെ, മേ ബി 1 or 2 പാർട്സ് ഐ വിൽ റെക്കോർഡ് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കൺസേൺസ് അല്ലെങ്കിൽ ഡൗട്ട്സ് എന്താണെന്നുള്ളത് കമൻസിൽ എഴുതുക. ഞാൻ എല്ലാ കമൻസും വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ അതിന് ഇച്ചിരി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇനി നമുക്ക് എങ്ങനെ നമ്മൾ എൻട്രി എടുക്കാം. ഈ എൻട്രി മിസ്സായിപ്പോയി, നോ പ്രോബ്ലം. പക്ഷേ എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം, എങ്ങനെയാണ് വോളിയം ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് വോളിയം വരുന്നത്. സോ അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ചാനലിൽ ഡിസ്കസ് ഇതിനകത്ത് ചെയ്യുമ്പോൾ ആകെപ്പാടെ 1000-2000 വ്യൂസ് നമുക്ക് ഇതുണ്ട്, 2000 വ്യൂസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഒരു 100-150 കമൻസ് ഒക്കെ നിങ്ങൾ എഴുതുന്നുള്ളൂ. സോ ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ റിയലി എൻഗേജിങ് വിത്ത് ദ കണ്ടന്റ് വാട്ട് ഐ എം ടീച്ചിങ് യു. അപ്പോൾ നമ്മൾ തമ്മിലൊരു എന്താ പറയുന്നത്, നമ്മൾ പഠിക്കുന്നവരും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വന്നു കഴിയുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ലെസൺസ് എല്ലാം ഫ്രൂട്ട്ഫുൾ ആകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കമൻസ് ആണോ എഴുതുന്നത്, ഈവൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഞാൻ ഇനി അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്തൊരു വീഡിയോയിലും പറയുന്നുമില്ല. സോ യു ക്യാൻ റൈറ്റ് എനിത്തിങ് യു വാണ്ട്, നോ പ്രോബ്ലം. But the thing is that if it is a constructive criticism, it will help everybody to grow. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിറ്റിസിസം ഓൾസോ എന്തെല്ലാം വാലിഡ് പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ വോളിയത്തിൻ്റെ ഇതിൽ വരുമ്പോഴത്തേനും മനസ്സിലാകാതെ വരുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു 50 വേർഡ്സിൽ ഒക്കെ ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് രണ്ട് കൂട്ടർക്കും, പഠിക്കുന്നവർക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും എൻഗേജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ കണ്ടന്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നു. വി ബോത്ത് ആർ ഇൻ ലൈൻ വിത്ത് ദ തോട്ട് പ്രോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഓൾസോ ഇതിനകത്ത് കമൻസുകളെല്ലാം എഴുതുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.